നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന അഫ്നാൻ സുപ്രീമസി കളക്ടേഴ്സ് എഡിഷൻ കേട്ടോ. അപ്പോൾ ഇതാണ് സാധനം, അഫ്നാൻ സുപ്രീമസി കളക്ടേഴ്സ് എഡിഷൻ. അപ്പം അഫ്നാൻ്റെ ഇത് കേട്ടോ, അഫ്നാൻ്റെ സുപ്രീമസി നോട്ട് ഓൺലി ഇൻറ്റൻസ് നമ്മൾ റിവ്യൂ ചെയ്തായിരുന്നു. ഇതിപ്പം ഭയങ്കര ഒരു മനോഹരമായിട്ടുള്ളൊരു ബോട്ടിലാണ് വരുന്നത്, ഒരു കവറിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അഫ്നാൻ, പിന്നെ ഇവിടെ താഴെ കണ്ടതേ ക്രാഫ്റ്റഡ് ബൈ അഫ്നാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിരിക്കുക. അപ്പം നമുക്കിതിങ്ങനെ പൊക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പഴയ സുപ്രീമസി നോട്ട് ഓൺലി ഇൻറ്റൻസിൻ്റെ അതുപോലത്തെ ബോട്ടിലാണ് വരുന്നത്. പക്ഷേ എങ്കിൽ ഇതുണ്ട്, നല്ല മൊസൈക്കൊക്കെ പോലത്തെ ഒരു ഈ ഗ്രാനൈറ്റൊക്കെ പോലത്തെ ഒരു ഡിസൈൻ വരുന്നത്. ഇങ്ങനെ പിടിക്കാൻ നല്ല രസമുണ്ട് ബോട്ടിൽ. ഇതൊക്കെ ഇവന്മാർ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. കാരണം ഇതൊരു നീഷ് ഫ്രാഗ്രൻസ് ഒക്കെ ആണെങ്കിൽ ഒരു $200 മുകളിലൊക്കെ അങ്ങ് പോകും. ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ബോക്സാണ് കേട്ടോ. ഈ ബോക്സ് ഒന്നും പല നീഷ് ഫ്രാഗ്രൻസിനും ഇല്ല. നമുക്കിപ്പം നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന സെർച്ച് ഓഫൊക്കെ പോലും സാധാ പ്ലാസ്റ്റിക് ബോക്സിൽ അതിലൊക്കെയാണ് തരുന്നത്. അപ്പം ഇതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം നമ്മൾ. കാരണം അവർ നമുക്ക് നല്ല രീതിയിൽ അതിനുള്ള ഇത് തരുന്നുണ്ട്, വാല്യൂ ഫോർ മണി നല്ല രീതിയിൽ അവർ തരുന്നുണ്ട്, മേടിക്കുന്നതിന് മുതലാകുന്നുണ്ട് നമുക്ക് കേട്ടോ. അപ്പം ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പ് നോട്ടിൽ പൈനാപ്പിൾ, ബെർഗമണ്ട്, ആപ്പിൾ, വൈറ്റ് ഫ്ലോറൽ, മിഡിലിൽ ഓറഞ്ച് ബ്ലോസം, ബെർച്ച്, അംബർ, ബേസിൽ ഓക്മോസ്, മസ്ക്, അംബർഗിരി. ഇത്ര സാധനങ്ങൾ ഇതിനകത്ത് നോട്ട്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ കുറേ ദിവസമായിട്ട് അടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടൊരു 2 മാസം അടുത്തായി. 2 മാസം അടുത്തായി എനിക്ക് ഇത്. ഡിസംബറിൽ കിട്ടിയതാണ് കഴിഞ്ഞ്. അപ്പം ഞാനിത് കുറേ നാളായിട്ട് ടെസ്റ്റൊക്കെ ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഇതെങ്ങനെയാണ്. ആൽക്കഹോൾ നല്ല ഫ്രഷ് സിട്രസസ് ആയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇതിൻ്റെ സിട്രസസിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ക്രീഡവൻറ്റസിൻ്റെ ആ ഒരു രീതിയിലുള്ള ആ ഒരു സ്മോക്കി സിട്രസ് ആൻഡ് പൈനാപ്പിൾ ഉണ്ടല്ലോ, അതിൻ്റെ ആ സ്മോക്കിനെസ് അല്പം ഒന്ന് ടോൺ ഡൗൺ ചെയ്തിട്ട് ഇതിനകത്ത് വൈറ്റ് ഫ്ലോറൽസ് കൊടുത്തിരിക്കുക. അപ്പോൾ ആ സിട്രസും ആ വെള്ളപ്പൂക്കളുടെ മണവും കൂടി ഭയങ്കര ഫ്രഷായിട്ട് മണക്കും. സംഗതി ഇതാണ് അഫ്നാൻ സുപ്രീമസി നോട്ട് ഓൺലി ഇൻറ്റൻസ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു ഇത് ബോട്ടിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന്. പേര് ഞാൻ മറന്നുപോയുള്ളത്. എന്തായാലും അദ്ദേഹം നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കണ്ടിട്ട് ഇഷ്ടംപോലെ കമൻറ്റൊക്കെ ഇടുന്നൊരു മനുഷ്യൻ. ആ ബ്രോ നമ്മളോട് ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ് ഇത് ബോട്ടിൽ തിരിച്ചറിയുന്നത്. ഇത് പർപ്പിൾ കളർ പോലത്തെ ഒരു ബോട്ടിലാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ റെഡിൽ എഴുതിയിട്ടുണ്ടാവും, ഈ താഴെ കാപ്പിപ്പൊടി കളറായിരിക്കും. പുള്ളി പറയുന്നത് സുപ്രീമസി നൂതിനോട് സിമിലറാണ്. ശരി, സിമിലറാണ്. പക്ഷേ ഇത് സുപ്രീമസി നൂത് മൊത്തം ഒരു മഞ്ഞ ഗോൾഡൻ കളറിലിരിക്കും, മാറിപ്പോകാൻ വഴിയില്ല. ഇതാണ് അഫ്നാൻ സുപ്രീമസി നോട്ട് ഓൺലി ഇൻറ്റൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതിനേക്കാളും ഫ്രഷാണ് ഈ സാധനം. ക്രീഡ് അപ്സലു അവൻറ്റസിലേക്ക് ഞാൻ ഈ ഇപ്പുറത്ത് ഇത് സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ചെയ്യാം. അപ്പം ഇതിൻ്റെ സംഗതി എന്നാന്ന് വെച്ചാൽ ഇത് കൂടുതൽ സ്മോക്കി പൈനാപ്പിൾ ടേക്ക് എടുക്കുന്നത്. ഇവൻ ശരിക്കും നിഷാനെ ഹച്ചിവത്തിൻ്റെ ഒരു ലൈനിലാണ് പോകുന്നത്. പക്ഷേങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ സിട്രസ് ആണ് എടുക്കുന്നത്, കൂടുതൽ സിട്രസും വെള്ളപ്പൂക്കളും കൂടെ എടുക്കുന്നത്. പൈനാപ്പിൾ അതിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റ് നിലനിർത്താൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഫ്രഷാണ്. ഓഫീസ് ലൈഫ് അടിപൊളിയാണ്. ക്ലോസ് എൻകൗണ്ടേഴ്സ്, നിങ്ങൾക്ക് കാറിലൊക്കെ ഇരുന്ന് സുഖമായിട്ട് ഇത് അടിച്ചിട്ട് എത്ര ദൂരം വേണം പോകാം. അടുത്തിരിക്കുന്ന ആൾക്കാർ അടുത്ത് വന്ന് മണക്കുന്നതല്ലാതെ അവർ ഒഫെൻസീവാന്ന് പറയത്തില്ല. ഭയങ്കര ഇതിനേക്കാളും കുറച്ചും കൂടെ സേഫാണിത്. ഭയങ്കര വെർസറ്റിലിറ്റി, എല്ലായിടത്തും അടിക്കാം. വേനലാണെങ്കിൽ വേനൽ, സമ്മറാണെങ്കിൽ സമ്മർ, വിൻ്ററാണെങ്കിൽ വിൻ്റർ, എല്ലായിടത്തും അടിക്കാം. അപ്പം ക്രീഡിൻ്റെ ഒരു ശ്രേണിയിൽപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് നിങ്ങളാരെങ്കിലും ഇപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ബെസ്റ്റ് ബെറ്റ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇതാണ്. നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് വേണ്ടത്, നിങ്ങൾക്ക് ഒരു 8 മണിക്കൂറൊക്കെ നിന്നങ്ങ് പ്രൊജക്റ്റൊക്കെ ചെയ്ത് തകർക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലത്. അല്ല, നിങ്ങൾക്ക് ഫ്രഷ്നെസ്സാണ് വേണ്ടത്, ഒരുപാട് പെർഫോമൻസ് ഒന്നും വേണ്ട. പക്ഷേ പെർഫോമൻസിൽ ഇവൻ പുറകിലൊന്നുമല്ല,
അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലത്. അപ്പം ഹച്ച് ബാത്തിൻ്റെ ലൈനിൽ നിങ്ങൾക്കൊരു പൈനാപ്പിൾ ഫ്രഷ്നെസ് വേണം എന്നുണ്ടെങ്കിൽ ഇതും, അല്ലാതെ ഒരു വൈറ്റ് ഫ്ലോറൽ ഫ്രഷ്നെസ് ഇഷ്ടമുള്ളവർക്ക് ഇതൊന്നാണ്. ഇത് എനിക്കേതാ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ കൂടുതൽ ഫ്രഷ് ഫ്രാഗ്രൻസസ് ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇതാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് എത്ര ഫ്രഷ് ആകുന്നോ അത്ര ഇഷ്ടമാണ്. ഞാൻ ഫ്രഷ് ഫ്രാഗ്രൻസിൻ്റെ ആളാണ്. എനിക്ക് ഒരുപാട് ഡാർക്ക് സ്മോക്കി പറ്റത്തില്ല. പക്ഷേ ഇത് ഒരുപാട് ഡാർക്ക് സ്മോക്കി ഒന്നുമല്ല. ഇത് ഹച്ച് ബാത്തിൻ്റെ ലൈനിൽ ലീൻ ചെയ്യുന്ന ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ആ പൈനാപ്പിൾ ഒരല്പം ഒരു ഡാർക്കിഷ് വൈബ് വേണം, എന്നാൽ ഫ്രഷായിട്ട് ഉപയോഗിക്കുകയും വേണം എന്നൊക്കെ ഉള്ളവർക്ക്, അതായത് സമ്മറിൽ അടിക്കണം എന്നാൽ ഒരല്പം ഡാർക്കിഷ് സ്മോക്കി വൈബ് വേണം, ഫ്രഷായിട്ട് ഉപയോഗിക്കുകയും വേണം, ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇതാണ് നല്ലത്. പിന്നെ എപ്പോഴും ഫ്രഷായിട്ടിരിക്കണം, ആര് വന്നാലും അടുത്ത് വന്നാലും ആയി നല്ല മണം എന്നൊക്കെ പറയണം, അങ്ങനെയുള്ളവർക്ക് ഇതാണ് നല്ലത്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണത്. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടും, ചിലർക്ക് മറ്റേതായിരിക്കും ഇഷ്ടപ്പെടുക. മനുഷ്യർക്ക് ഫുഡ് പോലെ തന്നെ ഫ്രാഗ്രൻസ് എപ്പോഴും ഫുഡ് പോലെ തന്നെയാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരാളുടെ ഫേവറേറ്റ് ആയിരിക്കില്ല മറ്റൊരാളുടെ ഫേവറേറ്റ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ ഫുഡും മണവും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ടേസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മണം ഫീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം. കോവിഡൊക്കെ പിടിച്ചപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ടേസ്റ്റ് പോയപ്പോൾ മണം പോയായിരുന്നു. അപ്പോൾ ഇതെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഫ്രാഗ്രൻസ് കേട്ടോ. ഞാൻ ഫിലോസഫി ഒന്നും പറയുന്നില്ല. ഇത് ഇങ്ങനെയാണ് സംഗതി. ഇതിൻ്റെ വിലയെന്ന് പറയുന്ന 5000 എറൗണ്ട് ആവും. നല്ല വിലയുണ്ടാവും. അത്യാവശ്യം കൊണ്ടിട്ട് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാർ ഇതിൻ്റെ ക്ലോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെ ഇൻസ്പയർഡാണ് ഗ്രീഡി എന്നൊക്കെ. പിന്നെ ഇതിൻ്റെയൊക്കെ ക്ലോൺ ഇറങ്ങുന്നൊന്നും എനിക്കറിയത്തില്ല. ഇറങ്ങിയാൽ തന്നെ ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ പാടാണ്. കാരണം ഇതിന് 5000 രൂപയുടെ പണി ഇതിനകത്തുണ്ട്, ഉണ്ടാക്കിയെടുക്കാൻ പാട് വരും. അപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും അടിക്കാം, പെൺപിള്ളേർക്കും അടിക്കാം കേട്ടോ, ആണുങ്ങൾക്ക് മാത്രമൊന്നുമല്ല. കാരണം ആ വൈറ്റ് ഫ്ലോറൽസ് കയറി വന്ന കാരണം ഈ മറ്റേ ഇവൻ്റെ ആ ഒരു മെയിൽ ക്യാരക്ടർ കുറേ എടുത്ത് ടോൺ ഡൗൺ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് യൂണിസെക്സ് ആണ്. ചിലർ പറയുന്നുണ്ട് മെയിൽ ഫ്രഷ്നെസ് എന്നൊക്കെ. ഒന്നുമില്ല, ഇത് യൂണിസെക്സ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കോളേജ് പിള്ളേർക്ക് പറ്റിയ സാധനം കേട്ടോ, നിങ്ങൾ കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ പറ്റിയ സാധനം ഇത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.